LDFന്റെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കാരാകുറിശി പഞ്ചായത്തിൽ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ കൂടെ ഒപ്പം ഡാൻസ് ആടുന്നു. അപ്പൊ അതിന് ഇന്നലെ അവരൊരു തിരിച്ചൊരു ബൈറ്റ് കൊടുത്തിരുന്നു. അത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളാണ്, ആ സൗഹൃദം തന്നെയാണ് ഇവിടെ നടന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം LDFന്റെ സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി അന്ന് ആ തോറ്റു എന്നറിഞ്ഞ ഉടനെ മറ്റേ കാരാകുറിശി പഞ്ചായത്തിൽ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ കൂടെ കൈകൊട്ടിക്കളിയും തിരുവാതിരകളൊക്കെ നടത്തുമ്പോൾ ആ തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും നിങ്ങൾ മണ്ണാർക്കാട് നഗരസഭയിൽ മുഴുവൻ വാർഡുകളിൽ നടത്തിയിട്ടുണ്ട്. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ നേതൃത്വമല്ല, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്. കാരണം സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് മണ്ണാർക്കാട് നഗരസഭയിൽ BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുന്തിപ്പുഴ 1-ാം വാർഡില് ഒരു ഓട്ടമുള്ള ഒരു സഖാവേ അവിടെ ഉള്ളൂ എന്ന്? ആ വോട്ട് ഇവിടെ പോയി പറയേണ്ടി വരും, മറുപടി പറയണ്ടേ? ഒരു ഭാഗത്ത് സംസ്ഥാന LDFന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല, അതുപോലെ തന്നെ വർഗീയ പാർട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയാണ് LDF എന്ന് പറയുകയും, എന്നാൽ മണ്ണാർക്കാട് നഗരസഭയിൽ കൃത്യമായിക്കൊണ്ട് 1-ാം വാർഡ് കുന്തിപ്പുഴയിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിക്ക് കിട്ടിയത് ഒരു വോട്ടാണ്. തിരിച്ച് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ 179 വോട്ടുകൾ കിട്ടി. നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയാൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ മത്സരിച്ച 1-ാം വാർഡിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 165 ഈ 165ന്റെ കൂടെ 14 ജമാഅത്തിന്റെ വോട്ടും കൂടെ കൂട്ടുമ്പോൾ കൃത്യമാണ് കണക്കുകൾ. ആ വോട്ട് നേരെ ഒരു ഓട്ടോയി മാറി എന്നുള്ളതാണ്. ഇത് സമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിക്കുന്നതെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ഇതിൽ കൃത്യമായിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം ഇതറിഞ്ഞിട്ടുണ്ട്. ഞാനതിന് ഉദാഹരണം പറയുന്നത്, ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വന്നിരുന്നു. പഴയരി ഓഡിറ്റോറിയത്തിൽ അടച്ചിട്ട മുറിയിൽ പത്രക്കാരെ പോലും കയറ്റാതെയാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. ഒപ്പം അത് കഴിഞ്ഞത് എല്ലാം സത്യമല്ലേ എന്നറിയുന്നതിന് വേണ്ടി മുൻ മന്ത്രി AK ബാലൻ സഖാവും ഇവിടെ വന്നിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ BJPയുടെ വോട്ടുകൾ BJP കൃത്യമായിക്കൊണ്ട് BJPയുടെ വോട്ട് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിൽ കിട്ടിയ വോട്ട് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ അതിന്റെ തെളിവ് പുറത്തു വന്നു. LDFന്റെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കാരാകുറിശി പഞ്ചായത്തിൽ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ കൂടെ ഒപ്പം ഡാൻസ് ആടുന്നു. അപ്പൊ അതിന് ഇന്നലെ അവരൊരു തിരിച്ചൊരു ബൈറ്റ് കൊടുത്തിരുന്നു. അത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളാണ്, ആ സൗഹൃദം തന്നെയാണ് ഇവിടെ നടന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം LDFന്റെ സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി അന്ന് ആ തോറ്റു എന്നറിഞ്ഞ ഉടനെ മറ്റേ കാരാകുറിശി പഞ്ചായത്തിൽ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ കൂടെ കൈകൊട്ടിക്കളിയും തിരുവാതിരകളൊക്കെ നടത്തുമ്പോൾ ആ തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും നിങ്ങൾ മണ്ണാർക്കാട് നഗരസഭയിൽ മുഴുവൻ വാർഡുകളിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മത്സരിച്ച പെരുമ്പടാരി വാർഡില് BJP സ്ഥാനാർത്ഥിക്ക് 14 വോട്ടാണ്. കൃത്യമായിട്ട് അവിടെ 64 വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ്. ആ വോട്ട് അവിടെ പോയി. ഇങ്ങനെ ഓരോ വാർഡിലും BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുടെ 19-20 വാർഡുകളിൽ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾക്ക് ആ വാർഡുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നിൽ 60 വോട്ടും ഒന്നിൽ 112 വോട്ടും. ഈ വോട്ടുകൾ എവിടെ പോയി? ആ വോട്ടിനാണ് അവിടെ ജയിച്ചത്. അപ്പൊ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നേടിയ വിജയമാണ് LDF മണ്ണാർക്കാട് നേടിയിട്ടുള്ളത്. ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ നേതൃത്വമല്ല, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്. കാരണം സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് മണ്ണാർക്കാട് നഗരസഭയിൽ BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
സ്വകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ 1 രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മാത്രം. മാത്രമല്ല, ഗ്രൂപ്പ് ലോൺ, സേവിംഗ് അക്കൌണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിജിറ്റൽ EMI, RD, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു. ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 944476589554 944476589545 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.